പലരും ആർക്കിടെക്ചറിലെ സ്റ്റുഡൻസ് എസ്പെഷ്യലി എന്നോട് ഡൗട്ട് ചോദിക്കുന്ന ഒരു മേജർ ഡൗട്ടാണ് മൊമെന്റും ബെൻഡിങ് മൊമെന്റും തമ്മിലുള്ള വ്യത്യാസം. കോമ്പസ് സർവേയിലെ പ്രോബ്ലം ഒരു ഫോമുലയും വേണ്ട, പടം വരച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജൂൺ മാസം നമുക്ക് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാം വരുവാണ്. അപ്പം നമ്മുടെ സിവിലുകാർക്കും അതുപോലെ തന്നെ ആർക്കിടെക്ചറുകാർക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനും എഴുതാനും സാധിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ലൈക്ക് ഏതൊക്കെ ടോപ്പിക്സ് നോക്കണം, അല്ലെങ്കിൽ ഏത് ടോപ്പിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ ആർക്കിടെക്ചറുകാർ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു സിവിൽ ഏതൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതായത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് പല ആർക്കിടെക്ചർ സ്റ്റുഡൻസിനും നമ്മുടെ സിവിൽ പോർഷൻസ് വളരെ ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാമിനെ സംബന്ധിച്ച് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് സിവിൽ ആണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മിസ് ചെയ്യാതെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ സർക്കംസ്റ്റൻസസിന് റിലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ആർക്കിടെക്ചർ ഭാഗത്തുനിന്ന് വന്നത്. എന്നാൽ സിവിൽ പോർഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള പോർഷൻസിനായിരുന്നു കൂടുതൽ വെയിറ്റേജ് ഉണ്ടായിരുന്നത്. A-level എക്സാംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചില പർട്ടിക്കുലർ ടോപ്പിക്സിന് കൂടുതൽ വെയിറ്റേജ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ATP എക്സാമും മുന്നേ നടന്ന ATP എക്സാംസ് ഒക്കെ തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സിവിലിന്റെ പോർഷൻസിന്റെ വെയിറ്റേജിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സോ അതൊന്ന് മനസ്സിലാക്കി തരികയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുന്ന സബ്ജക്ട് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. ആർക്കിടെക്ചറുകാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ട് അവർ പറയപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇതിനകത്ത് എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നോ, ഞാൻ നോ എന്ന് തന്നെ പറയാണ്. പക്ഷെ എന്നിരുന്നാലും കുറെ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ പോലെയുള്ള ചാപ്റ്ററിൽ കുറച്ച് ഫോർമുലാസ് പഠിച്ചു വെക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ വേരിയേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. അപ്പൊ ഷിയർ സ്ട്രെസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനായിട്ട് ആക്ച്വലി ബേസിക്സിന്റെ ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുന്ന ഫിഗർ എങ്ങനെയാണ് വരുന്നത്, ഓരോ ഷേപ്പിന്റെയും വാല്യൂസും പഠിച്ചു വെച്ചാൽ മതി. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് നമുക്ക് കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷിയർ സ്ട്രെസ് ചാപ്റ്റർ നമ്മുടെ ആർക്കിടെക്ചറുകാർക്ക്, സിവിലുകാർ പിന്നെ എന്തായാലും പഠിച്ചു കാണും. അപ്പൊ ആർക്കിടെക്ചറുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അതുപോലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അതിന്റെ പല ബേസിക്സും നിങ്ങൾ 8, 9, 10, 11th, 12th ഫിസിക്സ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സ്ട്രെസ് സ്ട്രെയിൻ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ചാപ്റ്റർ നിർബന്ധമായി പഠിക്കാം. അതിനുശേഷമുള്ള ബെൻഡിങ് സ്ട്രെസ് ആണ്. ആകെ ഒരു ഇക്വേഷൻ മാത്രമാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. നമുക്ക് എന്താ പറയുക, ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് മേ ഐ ഫോളോ യു എലിസബത്ത് റാണി എന്ന് പറഞ്ഞ് നമ്മൾ ഷോർട്ട് കട്ടോട് കൂടി ആർക്കിടെക്ചറുകാർക്ക് കുറച്ച് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. സിവിലുകാർ പിന്നെ ഇത് അവരുടെ ബേസ് ആയതുകൊണ്ട് ഈ ഇക്വേഷൻ മറക്കത്തില്ല. സോ ആ ഒരു ഇക്വേഷന്റെ ഷോർട്ട് കട്ടൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ നമ്മൾ റീലായിട്ട് ഇട്ടിട്ടുണ്ട്, അതായത് ഷോർട്ട് ടിപ്സ് ആയിട്ട്. അപ്പൊ എൻട്രി ടെക്നിക്കൽ എക്സാംസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ നോക്കുക, ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. സോ നമ്മുടെ ബെൻഡിങ് സ്ട്രെസ്സിന്റെ ചാപ്റ്ററിലുള്ള ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ മാത്രം മതി പ്രോബ്ലം ചെയ്യാനും അതിന്റെ തിയറി. അപ്പൊ അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ കോളംസ് ആണ്. കോളംസിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എൻഡ് കണ്ടീഷൻസ് ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. അതും ഒരു ഫോമുല അല്ലെങ്കിൽ ഒരു ടിപ്പ് ആൻഡ് ട്രിക്കിലൂടെ തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്. സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ വരുമ്പം അതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് കേസസ് അറിയാമെങ്കിൽ, സ്ലോപ്പിന്റെയും ഡിഫ്ലക്ഷന്റെയും സ്റ്റാൻഡേർഡ് കേസസ് അറിയാമെങ്കിൽ ആ ഒരു ചാപ്റ്റർ വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് പഠിക്കാനായിട്ടും ഞാൻ ടിപ്പ് ആൻഡ് ട്രിക്കിലൂടെ തന്നെയാണ്. നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കേണ്ട ഫോർമുലാസ് ടിപ്പ് ആൻഡ് ട്രിക്ക് വെച്ച് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ അടുത്തത് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ആണ്. പിന്നെ SFD BMD കുറച്ചൊരു ലോജിക്ക് വേണം വരയ്ക്കാനായിട്ട്. അതായത് അതിന്റെ ബേസിക്സ് എന്താണ് ഷിയർ ഫോഴ്സ്, എന്താണ് ബെൻഡിങ് മൊമെന്റ്. പലരും ആർക്കിടെക്ചറിലെ സ്റ്റുഡൻസ് എസ്പെഷ്യലി എന്നോട് ഡൗട്ട് ചോദിക്കുന്ന ഒരു മേജർ ഡൗട്ടാണ് മൊമെന്റും ബെൻഡിങ് മൊമെന്റും തമ്മിലുള്ള വ്യത്യാസം. സോ ഇങ്ങനെയുള്ള ബേസിക്സ് അറിഞ്ഞാൽ മാത്രമാണ് SFD BMD നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ എനിക്ക് നിങ്ങളൊരു എളുപ്പ രീതിയിൽ ഒരു ടോപ്പിക്ക് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഫാക്ട് ആദ്യം മനസ്സിലാക്കാം. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് മെൻഷൻ ചെയ്ത് പറയാൻ സാധിക്കുമെങ്കിലും ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ല. വീഡിയോ തെറ്റിദ്ധരിക്കപ്പെടരുത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരുന്നു. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പം ആർക്കിടെക്ചറുകാരൊന്ന് ശ്രദ്ധിക്കുക. ഷിയർ സ്ട്രെസ് ഒക്കെ വേഗം പഠിക്കാൻ പറ്റും, സ്ട്രെസ് സ്ട്രെയിൻ പഠിക്കാൻ പറ്റും, ബെൻഡിങ് സ്ട്രെസ് പഠിക്കാൻ പറ്റും, കോളം പഠിക്കാൻ പറ്റും. SFD BMD ഇത്തിരി ലോജിക്ക് വേണം. പഠിക്കുന്ന സമയത്ത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പ്ലീസ് റീച്ച് ഔട്ട്, നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ഒരു ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് പറയാനുള്ളത്.
ഓക്കെ, ഇനി അടുത്ത സബ്ജക്ട് നമ്മൾ എടുക്കുന്ന സർവേയിങ് ആണ്. സർവേയിങ്ങിൽ നിർബന്ധമായും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ തിയറി പഠിക്കാൻ പറ്റുന്നതാണ് ചെയിൻ സർവേയിങ്. ഒന്നുമില്ല, ചെയിൻ കറക്ഷൻ ആണ്, ടേപ്പ് കറക്ഷൻ ആണ്. ഈവൻ പ്രോബ്ലം ചോദിച്ചാൽ പോലും ആ ഒരു സിമ്പിൾ ഫോമുല അറിയാമെങ്കിൽ പഠിക്കാൻ പറ്റും. കോമ്പസ് സർവേയിങ്ങിലെ പ്രോബ്ലം ഒരു ഫോമുലയും വേണ്ട, പടം വരച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ പടം വരച്ച് പഠിക്കുന്ന രീതിയിൽ ആർക്കിടെക്ചറുകാർക്കാണെങ്കിലും ക്ലാസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ലെവലിങ്ങിന്റെ സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ലെവലിങ്ങിന്റെ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ ലോജിക് അറിയാമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. കോണ്ടൂസ് തിയറിയാണ്, കർവ്സ് തിയറിയാണ്, മോഡേൺ സർവേയിങ് തിയറിയാണ്. തിയറി പഠിക്കാനായിട്ട് ഐ തിങ്ക് ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞ് നോട്ട് എഴുതി കഴിഞ്ഞ് തിയറി പഠിക്കാനായിട്ട് ആർക്കിടെക്ചറുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല. സിവിലുകാർ പിന്നെ എല്ലാ എക്സാംസിനും ഡീൽ ചെയ്യുന്ന ടോപ്പിക്കാണിത്, അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. സോ സർവേയിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡോണ്ട് എക്സ്ക്ലൂഡ് എനിത്തിങ്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ സാധിക്കും. സ്ട്രക്ചറൽ അനാലിസിസ് നിങ്ങൾ മാറി പേടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ കൂടി സർവേയിങ് പഠിക്കാം. സ്ട്രക്ചറൽ അനാലിസിസ് ഞാൻ പറഞ്ഞ രീതിയിൽ, നമ്മുടെ മെക്കാനിക്സ് സോൾസ് ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. ഇതിൽ കോൺക്രീറ്റിന്റെ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി മെറ്റീരിയൽസിൽ നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് പോകേണ്ട ഒരാളാണ് സിമെന്റ്. സിമെന്റിൽ നിന്ന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് 4 or 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സിമെന്റ് എന്ന് പറയുന്ന പോർഷൻ ആദ്യം നിർബന്ധമായും പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ കോൺക്രീറ്റ് പഠിക്കുക, പെയിന്റ്, പിന്നെ ഫൗണ്ടേഷൻ, ബെയറിംഗ് കപ്പാസിറ്റി റിലേറ്റഡ് ഫൗണ്ടേഷൻ. ഇതൊന്നും എക്സ്ക്ലൂഡ് ചെയ്യലും. ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്കായിട്ട് പറയപ്പെടേണ്ടതാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമ്മുടെ ഫൗണ്ടേഷനും, ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പെയിന്റ്, കോൺക്രീറ്റ്, സിമെന്റ്. ഓക്കെ, ബാക്കി എല്ലാം തന്നെ പഠിക്കണം. ബ്രിക്ക് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോട്ട് ടോപ്പിക്കായിട്ട് വെയിറ്റേജ് കൂടുതൽ നിൽക്കുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത RCC ആൻഡ് സ്റ്റീൽ ആണ്. ഇത് ഡിസൈൻ ആണ്. ഡിസൈൻ പൊതുവെ ആർക്കിടെക്ചർ ഒത്തിരിയും പേര് എന്നോട് കംപ്ലൈന്റ് പറഞ്ഞു ഡിസൈൻ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഡിസൈനിൽ നിങ്ങൾക്ക് സ്റ്റീൽ എന്ന് പറയുന്ന ഡിസൈൻ ഉണ്ട്. സ്റ്റീൽ ഡിസൈൻ നമുക്ക് സ്റ്റീലിനകത്ത് കുറച്ച് ബേസിക് ഫോർമുലാസ് ഉണ്ട്. അതായത് തുടക്കം കയറുമ്പോഴത്തേക്ക് ബോൾട്ടിനട്ട് നമ്മുടെ കണക്ഷൻസ് പറയുന്ന സമയത്ത് അത് ഒന്ന് നോക്കണം. അത് നോക്കിയേ പറ്റൂ. അതിന്റെ ലോജിക്ക്, അതായത് കുറേ വലിയ കാര്യങ്ങളാണ്. പിന്നെ അങ്ങോട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ കണക്ഷൻസ് എങ്കിലും പഠിച്ചിട്ട് പോകും. പിന്നെ 1-2 ടേബിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. ലെങ്ത് ആൻഡ് റേഷ്യോയുടെ ഒരു ടേബിൾ ഉണ്ട്, കോളത്തിന്റെ എഫക്റ്റീവ് ലെങ്ത്തിന്റെ ടേബിൾ ഉണ്ട്, പിന്നെ പിച്ചിന്റെ കോഡൽ പ്രൊവിഷൻസ് കൂടുതൽ നോക്കുക സ്റ്റീലിനകത്ത്. ഓക്കെ, കണക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. ഇനി നമ്മുടെ കോൺക്രീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ബീംസ് ഒഴിവാക്കാനേ പാടില്ല. ബീംസ് ആദ്യം ആ ഒരു ലോജിക്ക് നമ്മുടെ അനാലിസിസിൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബീം പഠിക്കാൻ പറ്റും. ഇനി ബീംസ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും എന്തായാലും കോളം പഠിക്കാൻ പറ്റും. അത് ആർക്കിടെക്ചർ കഴിഞ്ഞ ആൾക്കാർ, പ്ലാനിങ് കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിലും പറ്റും. സോ കോളം പഠിക്കാം, ബീം പഠിക്കാം, പിന്നെ ഫൗണ്ടേഷനും കോളവും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് വലിയ ലോജിക്കൊന്നും അപ്ലൈ ചെയ്യണ്ട. പക്ഷേ ബീംസ് പഠിക്കണമെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവണം. ഇതാണ് നമ്മുടെ RCC ആൻഡ് സ്റ്റീൽ ഡിസൈനിനകത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ്, ഇത് ഏത് ബ്രാഞ്ചുകാർക്കും പഠിക്കാൻ പറ്റും. തിയറിയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ്, പൈപ്പ്, അതുപോലെ ഹൈഡ്രോളജിയിൽ വാട്ടർ സൈക്കിൾ, ഹൈഡ്രോഗ്രാഫ്, ഇതൊക്കെ തിയറിയാണ്. അതൊക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. നിർബന്ധമായും എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ്, ഹൈഡ്രോളജി വരുന്ന ടോപ്പിക്, ഇറിഗേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഹൈഡ്രോളജി വരുന്ന ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. ഓക്കെ, ഇനി ആർക്കിടെക്ചറിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് ആർക്കിടെക്ചറിൽ മെയിൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ വെർണാക്കുലർ ആർക്കിടെക്ചർ ഭാഗത്താണ്. വെർണാക്കുലർ ആർക്കിടെക്ചർ പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യങ്ങളാണെങ്കിലും ഇമ്പോർട്ടൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിച്ചു. അതെല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വെർണാക്കുലർ ആർക്കിടെക്ചറിനെ കുറിച്ച് കംപ്ലീറ്റ് ഒരു ഐഡിയ ഇല്ലാതെ ആ ചോദ്യങ്ങൾ വെറുതെ നമ്മൾ വായിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അത് എന്തായാലും പഠിക്കുക. പിന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ്, പിന്നെ തെർമൽ കംഫോർട്ട് ഫാക്ടേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റിനെ ബേസ് ചെയ്ത്, മോണുമെന്റ്സ്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ, പിന്നെ ഹെറിറ്റേജിന്റെ കൺസർവേഷൻ, ഇതൊക്കെ നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നിർബന്ധമായും സിവിലുകാർ നോക്കേണ്ട. പോയി തെർമൽ കംഫോർട്ട് ഫാക്ടേഴ്സ് എന്തായാലും പഠിക്കണം, ക്ലൈമറ്റും എന്തായാലും പഠിക്കണം. വെർണാക്കുലർ ആർക്കിടെക്ചറും സസ്റ്റൈനബിലിറ്റി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് അതും ഉറപ്പായിട്ടും പഠിക്കണം. പിന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ വരുന്നത് മോണുമെന്റ്സ് എങ്ങനെ കൺസർവ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. തിയറിയാണ്, ബട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോ പഠിക്കുക. പിന്നെ നമുക്ക് ടൗൺ പ്ലാനിങ് വരുമ്പോഴത്തേക്ക് ടൗൺ പ്ലാനിങ് തിയറീസ്, ടൗൺ പ്ലാനേഴ്സിന്റെ പേര് അവർ ഓരോരുത്തരും, ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ചണ്ഡീഗർ ആരാണ് ടൗൺ പ്ലാനറായിട്ട്, ചണ്ഡീഗർ എന്ന് പറയുന്ന ഐഡിയ അല്ലെങ്കിൽ ആ ടൗണിന്റെ ഐഡിയ ഏത് ടൗൺ പ്ലാനറാണ് കൊണ്ടുവന്നത്, നവി മുംബൈ ആരാണ്, ഡൽഹി ആരാണ്,
അതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ V7 കോൺസെപ്റ്റ് നമ്മുടെ ചണ്ഡീഗറിലെ റോഡിന്റെ പ്രയോറിറ്റി കൊടുത്ത് V1 V2 V3 അതെന്താണ്, അങ്ങനെയുള്ള തിയറീസ് ആണ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് പ്ലാനിംഗുകാർക്ക് ടൗൺ പ്ലാനിംഗ് എന്ന് പറയുന്ന പോർഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ തറവായിട്ടുള്ളത്. അതിന്റെ കൂടെ ആർക്കിടെക്ചറും പഠിക്കണം, നിങ്ങൾ സിവിലും പഠിക്കണം. സിവിലുകാരാണെങ്കിൽ ആർക്കിടെക്ചറും പഠിക്കണം, ടൗൺ പ്ലാനിങ്ങും പഠിക്കണം. ആർക്കിടെക്ചർ കഴിഞ്ഞവരാണെങ്കിൽ ആർക്കിടെക്ചറിന്റെ പോർഷൻ സേഫ് ആണെങ്കിൽ ടൗൺ പ്ലാനിങ്ങും സിവിലും പഠിക്കണം. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ എക്സാം അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അക്കോസ്റ്റിക്സിനകത്ത് റിവർബറേഷൻ ടൈം അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോ ആയിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് റിവർബറേഷൻ പോർഷൻസിൽ ഏതൊക്കെ പോർഷൻസ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് നോക്കണം, അക്കോസ്റ്റിക്സിന്റെ പോർഷൻ. അപ്പൊ അക്കോസ്റ്റിക്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ എളുപ്പമാണ്. സാബിൻ ഫോമിൽ എന്താണ്, റിവർബറേഷൻ ടൈം എന്താണ് തുടങ്ങിയ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫിസിക്സിലൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് എഞ്ചിനീയറിംഗ് ഫിസിക്സിലെങ്കിലും ബിടെക്കുകാർ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ബാക്കി എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ടോപ്പിക്കാണ്. ഓക്കെ, പിന്നെ ടൗൺ പ്ലാനിങ് ആസ് എ ടോൾ ടൗൺ പ്ലാനിങ്ങിന്റെ നമ്മുടെ ഗാർഡൻ സിറ്റി കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ പഠിക്കണം. സോ ഇത്രയുമാണ് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നമ്മുടെ ടൗൺ പ്ലാനിങ് എക്സാമിന് വേണ്ടിയിട്ട് പറയാനുള്ളത്. നമ്മുടെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനറിന്റെ ഗോൾഡ് ബാച്ചസും നോർമൽ ബാച്ചസും എൻട്രിയിൽ അവൈലബിൾ ആണ്. കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. താങ്ക് യു.